വരൂ വരൂ, എല്ലാരും വരൂ, എല്ലാരും വരൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എല്ലാരും വരൂ. വരൂ വരൂ, എല്ലാരും വരൂ, വരൂ വരൂ വരൂ. അല്ലയോ ഭാരതീയരായ വിദ്യാർത്ഥികളെ, ഈ ത്രിവർണ പതാകയ്ക്കരികിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, India is a sovereign democratic republic. To all Indians, it secures social, economic and political justice. അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി, പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. എന്നിട്ട് ഇവിടെ നടക്കുന്നതോ, നാളെ സമത്വസുന്ദരവും സമ്പൽ സമൃദ്ധവും വിദ്യാസമ്പന്നവുമായ ഒരു സമ്പൂർണ്ണ ഭാരതം കെട്ടിപ്പടുക്കേണ്ടവരായ നിങ്ങൾ ചെയ്യുന്നതോ, പാർട്ടി പ്രവർത്തനം നടത്താനും കമന്റ് അടിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കൂവാനും കല്ലെറിയാനും സമരം ചെയ്യാനും തമ്മിലടിക്കാനും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും എല്ലാമുള്ള പരിപൂർണ സ്വാതന്ത്ര്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടി അധ്വാനിക്കേണ്ട നിങ്ങളോട് ഞാൻ ഞാൻ ആംബുലൻസ് വിളിക്കാം. ടേക്ക് ഇറ്റ് ഈസി. അനന്തൻ അറിയാം യൂറിൻ ഷെഡിൽ എന്താണ് സംഭവിച്ചതെന്ന്. വിനയം മരിച്ചത് അവർ കൊടുത്ത ബ്രൗൺ ഷുഗർ വലിച്ചതുകൊണ്ടാണ്. എനിക്കൊരു സഹായം ചെയ്യണം. എനിക്കൊരു തെളിവ്. അവരുടെ കയ്യിൽ നിന്ന് വിനയൻ അത് വാങ്ങുന്നത് അനന്തൻ കണ്ടുവെന്ന് മാത്രം പറഞ്ഞാൽ മതി. കമോൺ, പറയില്ലേ? എനിക്കൊന്നും അറിയില്ല. അനന്തൻ, അനന്തൻ, അനന്തൻ സത്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പലതും ഇവിടെ ആവർത്തിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും വിനയ ഇനി മടങ്ങി വരാൻ പോണില്ല. ഇല്ല മാഷെ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അനന്തൻ, ഒന്ന് റേസ് ചെയ്തേ. രഞ്ജി, രഞ്ജി, സംഗതി കുറഞ്ഞു. ഡ്രഗ്സ് കഴിച്ച് വിനയൻ മരിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവള് ആലീസ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി യൂണിയൻ സമരം ചെയ്യാൻ പോണെന്ന്. അവൾക്ക് എന്താണ് അവനോട് ബന്ധം? ഒരേ പാർട്ടിക്കാരല്ലേ, പിന്നെ നമ്മളെ കരുതേച്ച് കാണിക്കാൻ ഒരു അവസരവും. അത് നമ്മുടെ പാർട്ടിക്കാരെ കരുതേച്ച് കാണിക്കുന്ന പോലെയല്ലേ. ഇതിവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കുടുങ്ങുന്നത് നമ്മളാവും. പേന മഷിയുണ്ടോ? എന്നാ കയറ്. മോള് സെനറ്റ് മീറ്റിംഗിൽ എന്തോ സമരം മുളുക്കാൻ പോകുന്നു കേട്ടല്ലോ. അതെ, ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ കോളേജിലെ മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും ആവശ്യമാണ്. അല്ല, നീ ആര്? ഈ കോളേജിലെ പിള്ളേരുടെയൊക്കെ രക്ഷാധികാരി. യൂണിയൻ കൗൺസിലർ ആയെന്ന് വെച്ചേ അധികം വിളച്ചൊന്നും വേണ്ട കേട്ടോ മോളെ.
വഴിന്ന് മാറൂ. ഏതായാലും നീ സെനറ്റിൽ പ്രശ്നം ഉണ്ടാക്കി. എന്നാ പിന്നെ ദിലീപേ അതൊന്ന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോടി. ഇത് തുടക്കമാ. അടുത്ത പ്രാവശ്യം മേത്ത് തുണി കാണില്ല. വേഗം ആലീസിനെ വിളിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഡ്രസ് മാറ്റിച്ചുണ്ടോ വേഗം. എന്ത് സ്റ്റുപ്പിഡിറ്റിയാ താൻ കാണിച്ചത്? ഒരു സ്റ്റുഡന്റിനെ തല്ലിയിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നുണ്ടോ? ഇപ്പൊ ഇതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അവര് കാണിച്ച പോക്കരത്തിന് ഇത്രയും ചെയ്താ പോരാ. അവരൊന്നും കാണിച്ചില്ലെന്നാ അവര് പറയുന്നത്. എന്റെ മുന്നിൽ വെച്ച് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അവരത് പറയട്ടെ. കമ്മിറ്റി കൂൾ ഡൗൺ പ്ലീസ്. രാമേന്ദ്രൻ മാപ്പ് ചോദിക്കണം. എന്തിനെ? ദിലീപിനെ തല്ലിയതിന്. എന്തിനാ ഞാൻ ദിലീപിനെ തല്ലിയത്? ആളാവാനായിരിക്കും. എനിക്കാളാകാൻ നിന്നെ പോലൊന്നും പോകൃത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. നിന്നെ കൊണ്ടൊന്നും ഫുട്ബോൾ കളിച്ചോ ക്രിക്കറ്റ് കളിച്ചോ പാട്ടുപാടിയോ പഠിച്ചോ ഒന്നും 10 പേരുടെ മുമ്പിൽ അംഗീകാരം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ഷർട്ടിന് 4 ബട്ടൺ ഊരിയിട്ടും പെമ്പിള്ളാരെ കയറി പിടിച്ചും തെറിപ്പാട്ടും പാടി നടന്നാലേ നിന്നെയൊക്കെ ആരെങ്കിലും തിരിച്ചറിയൂ. ഞാനും ഈ ഷൈനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു കൊല്ലയാകുന്നുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലോ MG കോളേജിലോ പോയി അന്വേഷിച്ചോക്കെ എന്നെ പറ്റി. അവര് പറഞ്ഞുതരും. വെറും രാമേന്ദ്രനല്ല, ചൂടൻ രാമേന്ദ്രൻ. അവര് പറഞ്ഞുതരാണ് എന്റെ ഷൈനിങ്ങിനെ പറ്റി. നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. ദിലീപിനോട് മാപ്പ് ചോദിക്കണം. നോ, സാധ്യമല്ല. ആലീസിനെ അവമാനിച്ചതിനാണ് ഞാൻ അവനെ തല്ലിയത്. ഞങ്ങൾ ആരെയും അവമാനിച്ചിട്ടില്ല പ്രിൻസിപ്പൽ സാർ. ആരെങ്കിലും പറയട്ടെ ഞങ്ങൾ എന്ത് തെറ്റായതെന്ന്. പറയില്ല. ഇവിടെ ഒരുത്തരും പറയില്ല. എനിക്കറിയാം. നീ ഇവിടുത്തെ ഹിറ്റ്ലർ അല്ലേ? സാർ ആ പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കണം. ആലീസിനെ വിളിക്കൂ. ആലീസിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. വരൂ. കുട്ടിയെ ഇവർ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? Come on, tell the truth. Come on, Alice, tell the truth. Alice, come on, will you please? എന്നെ ആരും അപമാനിച്ചിട്ടില്ല. Alice, what the hell? മിസ്റ്റർ, ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണമെന്നില്ല. ദിലീപിനോട് മാപ്പ് പറയണം. Sir, ഞാൻ എന്തിനാണ് ഓക്കെ തെറ്റ് ചെയ്തത് ഞാനാണ്. ഈ കുട്ടിയെ ഞാൻ എന്റെ സഹോദരിയായിട്ട് കരുതി. അതെന്റെ തെറ്റാണ്. ദിലീപ് ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഞാനല്ല ശിക്ഷിച്ചത്. അതും എന്റെ തെറ്റാണ്. ഓക്കെ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് മാപ്പ് തരണം. എല്ലാവരും ക്ലാസ്സിലേക്ക് പോകണം. All of you go back. സോറി സാർ, ഞാൻ സത്യം പറഞ്ഞ അവരെന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. സുഭാഷ് നഗറിലും ജവഹർ സ്ട്രീറ്റിലും ലക്ഷ്മി എടുത്തി പോയിക്കോളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തോളാം.